നമസ്കാരം. ആസ്ട്രോ വാസ്തുവിലേക്ക് സ്വാഗതം. മൂന്നാമത്തെ നക്ഷത്രമായ കാർത്തിക നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവവും അവർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെപ്പറ്റിയുമാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക മേടൻ രാശിയിലും ബാക്കി 45 നാഴിക ഇടവൻ രാശിയിലുമാണ് നിൽക്കുന്നത്. ഇവർ പൊതുവെ നല്ല ആരോഗ്യവും കർമ്മകുശലതയുമുള്ളവരായിരിക്കും. ഭക്ഷണകാര്യത്തിൽ നിഷ്ഠയൊന്നും പുലർത്തുന്നവരായിരിക്കുകയില്ല. എന്നാൽ ആരോഗ്യ വിഷയത്തിൽ ആരുടെയും പിന്നിലായിരിക്കുകയുമില്ല. ഇവർ സാമാന്യമായ ബുദ്ധിസാമർഥ്യമുള്ളവരായിരിക്കും. ആദർശനിഷ്ഠയും അഭിമാനബോധവുമുള്ളവരാണ്. മറ്റുള്ളവരെ ഉപദേശിക്കാനും വളരെ ബുദ്ധിപൂർവമായ മാർഗങ്ങൾ നിർദ്ദേശിക്കുവാനും ഇവർക്ക് കഴിയും. തങ്ങളുടെ ഇഷ്ടത്തിനും സ്വാതന്ത്ര്യത്തിനും ഹാനികരമായ ഏതു കൂട്ടുകെട്ടുകളെയും എത്ര പ്രയോജനമുള്ളതായിരുന്നാൽ പോലും ഇവർ ഉപേക്ഷിച്ച് കളയും. ബുദ്ധിമാന്മാരായ ഇവർ എങ്ങനെയെങ്കിലും പണമോ പ്രതാപമോ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവരല്ല. സ്വന്തം പ്രയത്നത്തിലൂടെ പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. സ്വന്തം പ്രവൃത്തികളിലെ ദൂഷ്യഭാവങ്ങളെ മറന്നും വിജയങ്ങളെ പ്രകീർത്തിച്ചും സ്വയം അഭിമാനിക്കുന്ന സ്വഭാവം ഇവരിൽ കാണാറുണ്ട്. സദാചാരങ്ങളിൽ അടിയുറച്ച് വിശ്വാസമുള്ള ഈ നക്ഷത്രക്കാർ സ്ഥിരമായ ഈശ്വരവിശ്വാസമുള്ളവരും കർമ്മയോഗികളുമായിരിക്കും. പൊതുകാര്യത്തിൽ ഇടപെട്ടാൽ ന്യായദീക്ഷയോടുകൂടി പ്രവർത്തിക്കുമെങ്കിലും നഷ്ടവും ഇച്ഛാഭംഗവുമായിരിക്കും അവസാനം ഇവർക്ക് ലഭിക്കുന്നത്. കാരണം സന്ദർഭത്തിനനുസരണമായി ചാഞ്ഞും ചരിഞ്ഞും പോകാൻ ഇവർക്ക് കഴിയത്തില്ല. അധികാര സ്ഥാനങ്ങളിൽ വർഗചിന്തയ്ക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വിപരീതമായി ഇവർക്ക് വളരെ ശോഭിക്കാൻ കഴിയും. എന്നാൽ ഇങ്ങനെയുള്ള സ്ഥാനം കൊണ്ട് നേടാവുന്നതോ സ്വാധീനിക്കാവുന്നതോ ആയ ഗുണങ്ങളൊന്നും ഇവർക്കുണ്ടാകുന്നതല്ല. കുറ്റക്കാർക്ക് മാപ്പ് കൊടുക്കുകയും തെറ്റുകളെ ദാക്ഷിണ്യ ബുദ്ധിയോടെ വീക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഇവർ. ചുരുക്കി പറഞ്ഞാൽ ലൗകികമായ വിജയങ്ങൾ ഇവരുടെ ബുദ്ധിസാമർഥ്യത്തിനും പ്രയത്നശീലത്തിനും തക്കവിധം പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതല്ല. ദാമ്പത്യ ജീവിതത്തിൽ ഈ നക്ഷത്രക്കാർ പ്രായേണ ഭാഗ്യവാന്മാരാണെന്ന് പറയാം. ഗ്രഹഭരണകുശലതയും ഭർത്താവിൻ്റെ ഏതുവിധ താല്പര്യങ്ങൾക്കും വഴങ്ങിക്കൊടുക്കുന്നവളുമായിരിക്കും ഭാര്യ എന്നാണ് വയ്പ്. എന്നാൽ ഭാര്യമാരുടെ ആരോഗ്യക്കുറവ് കൊണ്ടോ കൂടെയുള്ള വിരഹം കൊണ്ടോ ദാമ്പത്യ ജീവിത സുഖം പൂർണ്ണമായി അനുഭവിച്ചു വരുന്നതല്ല. ഇവർ പൊതുജന മധ്യത്തിൽ പ്രസിദ്ധിയും ബഹുമാനവും നേതൃത്വവും ഉള്ളവരാണ്. ഇവർക്ക് ശോഭമുണ്ടായാൽ സാഹസികമായ തീരുമാനം എടുക്കുകയും ചിലർ വീണ്ടു വിചാരമില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്തെന്ന് വരും. ഈ നക്ഷത്രക്കാർ വളരെ ഉയർന്ന നിലയിലുള്ള ഉദ്യോഗ പദവികൾ അലങ്കരിക്കും. ഇവർക്ക് സ്വദേശത്തേക്കാൾ അന്യദേശത്തെ ജീവിതവും പ്രവർത്തനങ്ങളുമാണ് ശ്രേയസ്കരമാകുന്നത്. ഇവർ മാതൃഭക്തിയുള്ളവരായിരിക്കും. മാതാവിൻ്റെ പ്രത്യേക മാതൃവാത്സല്യത്തിന് പാത്രീഭൂതരുമായിരിക്കും. എന്നാൽ പിതൃദത്തമായ ഭാഗ്യങ്ങൾ കുറവായിരിക്കും. ഇടവക്കൂറുകാർക്ക് പെൺകുട്ടികളായിരിക്കും ഏറ്റവും കൂടുതലായിട്ടുണ്ടാകുക. 24-35 വയസ്സിനകവും 50-55 വയസ്സിനകവും ഇവർക്ക് പലവിധ നേട്ടങ്ങളും ഉണ്ടാകാറുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെക്കുറിച്ച് പറയാം. ജീവിതത്തിൽ തിക്തങ്ങളായ അനുഭവങ്ങൾ വിശേഷവിധിയായി ഇവരിൽ കാണപ്പെടുന്നു. സ്നേഹമില്ലാത്തവരല്ല ഇവർ. മറ്റുള്ളവരുടെ മേൽക്കോയ്മയ്ക്കും സമ്മർദ്ദത്തിനും ഇവർ വഴങ്ങത്തില്ല. സ്വന്തക്കാരെ കൂടുതലായിട്ട് ഇവർ വിരോധിപ്പിക്കും. അത് ഇവരുടെ ഒരു സ്വഭാവ രീതിയാണ്. ഇവരുടെ ദശാനാഥൻ ആദിത്യനാണ്. ആദിത്യന് 6 വർഷമാണ്. അത് ജനിച്ച സമയം അനുസരിച്ചാണ് പറയേണ്ടത്. അപ്പോഴേ പിന്നെ ആദിത്യദശ കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രദശ 10 കൊല്ലം, ചൊവ്വാദശ 7 വർഷം, പിന്നെ ചൊവ്വ കഴിഞ്ഞാൽ രാഹുറ് 18 വർഷം എന്നിങ്ങനെ പോകുന്നു ദശകൾ. ഇനി പ്രതികൂല നക്ഷത്രങ്ങൾ: മകയിരം, പുണർദം, ആയില്യം. കാർത്തിക മേടക്കൂറിനെ വിശാഖ 4-ാം പാദം, അനിഴം കേട്ട ഇവയും കാർത്തിക ഇടവക്കൂറിനെ മൂലം, പൂരാട, ഉത്രാടം, ആദ്യപാദം എന്നിവയും പ്രതികൂല നക്ഷത്രങ്ങളാണ്. ഇനി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ്. കുജദശ, വ്യാഴദശ, ബുധദശ എന്നീ ദശകളിൽ ഇവർ പ്രത്യേകമായ വിധിപ്രകാരം ഉള്ള ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം.
ഈ നക്ഷത്രജാതർ പതിവായി സൂര്യനെയും ശിവനെയും ഭജിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇവർ ജപിക്കേണ്ട മന്ത്രം കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവത അഗ്നിയാണ്. അതുകൊണ്ട് ഓം അഗ്നയേ നമഃ അതാണ് ജപിക്കേണ്ടത്. എല്ലാ ദിവസവും ഈ മന്ത്രം ജീവിതത്തിൽ ജപിക്കണം. എല്ലാ ദിവസവും ഈ മന്ത്രം ജപിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ ഐശ്വര്യമുണ്ടാകും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും.